സ്വർണ്ണ നാണയങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും നിറച്ച പെട്ടി കാൽനട യാത്രക്കാർ കണ്ടെത്തിയതായ റിപ്പോർട്ട്. ഈ വാർത്തയാണ് ഇപ്പോൾ വളരെ ഞെട്ടലോടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ ക്രോക്കോണോസ് പർവ്വതനിരകളിൽ നിന്നാണ് ഒരു പെട്ടി നിറയെ സ്വർണ്ണ നാണയങ്ങളും വിലപിടിപ്പുള്ള മറ്റ് വസ്തുക്കളും കണ്ടെത്തിയത്. CNN ആണ് ഇത് സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ആകെ $3,60,000 അഥവാ 3 കോടി രൂപ മൂല്യമുള്ള വസ്തുക്കളാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അതേസമയം ഇതിന്റെ ഉറവിടം സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ല. 2 കാൽനട യാത്രക്കാർ ഒരു പാതയിലൂടെ നടക്കുമ്പോൾ ഈ പെട്ടി കണ്ടെത്തുകയായിരുന്നു. ഒരു കൽഭിത്തിയിൽ നിന്ന് ഭാഗികമായി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന നിലയിലായിരുന്നു പെട്ടി. അതിനുള്ളിൽ 598 സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ വളകൾ, സിഗാർ കേസുകൾ, ഒരു പൊടി കോമ്പാക്ട്, മറ്റ് ലോഹവസ്തുക്കൾ എന്നിവയാണ് ഉണ്ടായിരുന്നത്. കാൽനട യാത്രക്കാർ പെട്ടി ഹാഡ്രക് ക്രാലോവിലെ മ്യൂസിയം ഓഫ് ഈസ്റ്റേൺ ബോഭിയയിലേക്ക് കൊണ്ടുവന്നു. മ്യൂസിയത്തിലെ വിദഗ്ധർ ഇപ്പോൾ ലോഹങ്ങളെ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാണയങ്ങൾ പ്രാദേശികമായി വന്നതല്ലെന്ന് പുരാവസ്തു വകുപ്പ് മേധാവി മിറോസ്ലാവ് നോവാക് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് ആരുടെ ഉടമസ്ഥയിലുള്ളതാണെന്നും അവ എന്തിനാണ് ഒളിച്ചതെന്നുമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഈ വസ്തുക്കൾ വിലപ്പെട്ടതാണ്, പക്ഷേ ആരാണ് അവ അവിടെ വെച്ചതെന്നോ എന്തിനാണ് വെച്ചതെന്നോ ഞങ്ങൾക്ക് ഇതുവരെ അറിയില്ല. ശേഖരത്തിലെ ഏറ്റവും പുതിയ നാണയം 1921 നിന്നുള്ളതാണ്. ഒരു പ്രത്യേക സംഭവവുമായി ശേഖരത്തെ ബന്ധിപ്പിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു എന്ന് നോവാക് പറഞ്ഞു. ഈ ശേഖരം 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആളുകളുടെ പാലായനവുമായി ബന്ധപ്പെട്ടിരിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. 2ാം ലോക മഹായുദ്ധത്തിന് മുൻപ് ചെക്ക് അല്ലെങ്കിൽ ജൂത കുടുംബങ്ങൾ പാലായനം ചെയ്തതോ അല്ലെങ്കിൽ 1940 ശേഷം ജർമ്മൻ ജനതയുടെ കൂട്ടപാലായനമോ ആയി ഇത് ബന്ധപ്പെട്ടിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിരുന്നാലും കൂടുതൽ തെളിവുകളില്ലാതെ ഇതിൽ സ്ഥിരീകരണം നടത്താനാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുജനങ്ങളും ഇക്കാര്യത്തിൽ ജിജ്ഞാസ കാണിക്കുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചില വസ്തുക്കൾ പഴയ സിഗാർ പെട്ടികളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അവയിൽ ചിലത് ഇപ്പോഴും അടച്ചിട്ടിരിക്കുന്നു. കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ മ്യൂസിയം ജീവനക്കാർ അവ ശ്രദ്ധയോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ ഭാവിയിൽ ഈ വസ്തുക്കൾ പ്രദർശിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നാണ് മ്യൂസിയം ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുവരെ വസ്തുക്കൾ സുരക്ഷിതമായ സ്ഥലത്ത് തന്നെ തുടരും.